ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മാമാസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഉന്നക്കായാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടേ ഇവിടെ നമ്മളൊരു പച്ചപ്പഴമാണ് എടുക്കുന്നത്, നന്നായിട്ട് പച്ചപ്പഴം. അതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അത് ഞാൻ അവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഫില്ലിങ് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതിലേക്ക് നമുക്ക് ഒരു തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ആ തേങ്ങയുടെ കളറൊന്ന് മാറണ വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിലേക്ക് ഇനി നമുക്കൊരു 4 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ചതായാലും കുഴപ്പമില്ല, ഞാൻ വെറുതെ ഒന്ന് ചതക്കി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോ എൻ്റെ ഇതൊന്ന് പോയിരിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പഴം ഒന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള കറുത്ത കുത്തുകുത്തുണ്ടല്ലോ അതൊന്ന് നമുക്ക് കളയണം. അതിന് ശേഷം നമുക്ക് ഒരു നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് എടുക്കാം. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. കണ്ട, അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിട്ട് കിട്ടും. നമുക്ക് ബാക്കിയുള്ള പഴം കൂടി ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിനി പഴുത്ത പഴമാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ അതാ നമ്മൾ ഇവിടെ കുഴച്ചൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു ചെറിയൊരു ബോളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് ചേർത്തെടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം നമ്മളൊന്ന് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത് റോളാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പിലായി കിട്ടും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. അല്ല, ഇതിവിടെ എല്ലാതും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളത് ഒരു പാൻ എടുത്തിട്ട് ഇത് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉന്നക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, കാണുമ്പോൾ തന്നെ എന്ത് രസമല്ലേ, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല എളുപ്പമുള്ള പണിയാണ്. കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കാം. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത